പ്രിയ സുഹൃത്തുക്കളെ, ഞാനിപ്പോൾ എന്താണ് ഈ നോക്കിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും. ഒന്നുമില്ല കേട്ടോ. മമ്മൂക്കയും രാഹുൽ സദാശിവനും ഒരുമിച്ച് നിൽക്കുന്ന ഈ ഫോട്ടോ ചുമ്മാ നോക്കിയെന്നായിരുന്നു. സംഗതി അതൊന്നുമല്ല, അതിന് താഴത്ത് വേറൊരു ഫോട്ടോ കൂടി ഉണ്ട്. അത് ഓസ്കാർ വേദിയാണ്. ഈ വരുന്ന ഫെബ്രുവരി 12-ന് നമുക്കിനി ആകെ ഒരു 10-12 ദിവസം തന്നെ ഉള്ളൂ എന്നൊക്കെ പറയാം. മിക്കവാറും ആ ഫെബ്രുവരി 12-ന് മമ്മൂക്ക നമ്മുടെ നാട്ടിലുണ്ടാവാൻ സാധ്യതയില്ല. ഒപ്പം രാഹുൽ സദാശിവ് എന്ന് പറയുന്ന അതിന്റെ സംവിധായകനും നാട്ടിലുണ്ടാവാൻ സാധ്യതയില്ല. രണ്ടുപേരും അങ്ങ് ഓസ്കാർ വേദിയിലേക്ക് പോകും. എന്ന് വെച്ച് കഴിഞ്ഞാൽ മമ്മൂക്കയെയും ഒപ്പം തന്നെ രാഹുൽ സദാശിവിനെയും ഫെബ്രുവരി 12-ന് ലോസ് ആഞ്ചൽസിൽ നടക്കുന്ന അക്കാഡമി മ്യൂസിയം ഓഫ് മോഷൻ പിക്ചേഴ്സ് ഓഫ് ലോസ് ആഞ്ചൽസിലേക്ക് ക്ഷണിച്ചിരിക്കുന്നു. അന്ന് ബ്രഹ്മയുഗത്തിന്റെ സ്ക്രീനിങ് അവിടെയുണ്ട്. ഫോറസ്റ്റ് മീറ്റ്സ് ഓഫ് സീ ഫോക്ക് ഹൊറർ സീരീസ് എന്ന് പറയുന്ന സീരീസ് ലോകത്ത് മുഴുവനുള്ള ഫോക്ക് ഒപ്പം തന്നെ ഹൊറർ സിനിമകളുടെ പ്രദർശനത്തിന്റെ ഭാഗമായിട്ട് ചരിത്രത്തിലാദ്യമായിട്ട് മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യന്റെ ഈ സിനിമ, രാഹുൽ സദാശിവന്റെ ഈ സിനിമ സ്വീകരിക്കപ്പെട്ടിരിക്കുന്നു. അതവിടെ പ്രദർശിപ്പിക്കാൻ പോകുന്നു. മമ്മൂക്കയും ഒപ്പം തന്നെ രാഹുൽ സദാശിവനും റെഡ് കാർപ്പറ്റ് ഉണ്ടാവുമെന്ന് വിചാരിക്കല്ലേ, അവിടെ അത് കാണാൻ പോകുന്നു. സുഹൃത്തുക്കളെ, ഞാൻ പലപ്പോഴും മമ്മൂട്ടി എന്ന് പറയുന്ന നടനെ കുറിച്ച് പറയുമ്പോൾ ചില ആളുകളൊക്കെ ഇങ്ങനെ പറയടാ, നിനക്ക് വേറെ ആരെ കുറിച്ചൊന്നും പറയാനില്ലേ എന്നൊക്കെ പറയാറുണ്ട്. എന്തോ എനിക്കറിയില്ല, എനിക്ക് ചെങ്ങാതി ഭയങ്കര ഇഷ്ടമാണ്. രണ്ട് കാര്യമാണ് ഈ ചെങ്ങാതി എനിക്ക് ഇഷ്ടമാവാൻ കാരണം. ഒന്ന്, നമ്പർ 1, അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്, അഭിനയിക്കുന്ന ഒരു സിനിമയിൽ പോലും മമ്മൂട്ടി ഉണ്ടാവാറില്ല എന്നുള്ളതാണ് എന്നെ സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യം. മോഹൻലാലിനെ എനിക്ക് ഇഷ്ടമല്ലായിക്കൊന്നുമില്ല കേട്ടോ. അഭിനയിക്കുന്ന എല്ലാ സിനിമയിലും ഒരു മോഹൻലാലിത്തം ഉണ്ടാവും എന്നുള്ളതാണ് മോഹൻലാലിന്റെ ഒരു പ്രശ്നം. പക്ഷെ രണ്ട് തരത്തിലാണ്. രണ്ടുപേരെ നമുക്ക് കുറ്റം പറയാനോ അല്ലെങ്കിൽ ശരി പറയാനോ എന്നല്ല. പക്ഷെ മമ്മൂട്ടി അദ്ദേഹം അഭിനയിക്കുന്ന ഓരോ വേഷവും വ്യത്യസ്തമാക്കാൻ നോക്കുന്നതാണ്. നോക്കൂ, മമ്മൂക്ക എന്ന് പറയുന്ന മനുഷ്യൻ സീറ്റിൽ ഒരു കസേരയിൽ ഇരിക്കുന്ന കുറെ രംഗങ്ങളുണ്ട്. ഇയാൾ ഈ നെഗറ്റീവ് വേഷം ചെയ്യാൻ തുടങ്ങിയത് കുറെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ. ഈ നെഗറ്റീവ് വേഷങ്ങളൊക്കെ ചെയ്യാൻ മമ്മൂട്ടി തുടങ്ങിയിട്ടുണ്ട്. ഒരു പക്ഷെ വിധേയൻ എന്ന് പറയുന്ന സിനിമ എടുക്കൂ, അതില് ഒരു നായക കഥാപാത്രമാണ് മമ്മൂട്ടി. അതിലൊരു ചെയറിലിരിക്കുന്ന ഒരു സീനുണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയാം. അത് കഴിഞ്ഞിട്ട് നേരെ നിങ്ങൾ ഇപ്പുറത്തോട്ട് വരുമ്പോൾ ബ്രഹ്മയുഗം എന്ന് പറയുന്ന സിനിമയാണ്. അതിലൊരു ചാരു കസേര ഇരിക്കുന്ന ഒരു രംഗമുണ്ട്. കുട്ടിച്ചാത്തനാണ് ഇരിക്കുന്നത്. ചാത്തൻ കഥാപാത്രമാണ്. ആ ചാത്തൻ കഥാപാത്രത്തിന്റെ ഒരു ലീനിങ് ആയിട്ടുള്ള ഒരു ഇരുത്തമുണ്ട്. ഇങ്ങനെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എളിയിലൊക്കെ കൈ കുത്തി ഒരു കൈ കൊണ്ട് ആ ഒരു വടിയും പിടിച്ചിട്ട് ഒരല്പം നീണ്ട പോയ പോലെ, അല്ലെങ്കിൽ ഒന്നിങ്ങനെ കുനിഞ്ഞ് നീണ്ട പോലത്തെ ഒരു ഇരുത്തമുണ്ട്. ഇദ്ദേഹത്തിന്റെ ഒരു പോസ്ചറിൽ പോലും ഇദ്ദേഹം വ്യത്യാസം വരുത്തും എന്നുള്ളതാണ്. ഒരു പക്ഷേ ഈ ചാത്തൻ എന്ന് പറയുന്ന ഈ കഥാപാത്രത്തിൽ എത്തുമ്പോൾ, പണ്ട് അവിടെ ചാത്തനെ ഒഴിവാക്കാൻ വേണ്ടി നിന്ന ഒരു നമ്പൂതിരി ഉണ്ടായിരുന്നു. ആ നമ്പൂതിരി പിന്നീട് കൊല്ലപ്പെട്ടു. ആ നമ്പൂതിരിയുടെ ശരീരത്തിലാണ് ഈ ചാത്തൻ കയറിപ്പോൾ അവിടെ വിലസി നടക്കുന്നത്. ഇതൊക്കെ നമ്മൾ സിനിമയുടെ ഒരു അവസാനമാകുമ്പോൾ മാത്രമാണ് നമ്മൾ ബ്രഹ്മയുഗം കാണുമ്പോൾ മനസ്സിലാവുകയുള്ളൂ. പക്ഷെ അതുവരെ നമ്മൾ അതൊരു യഥാർത്ഥത്തിൽ അവിടെയുള്ള ചങ്ങാതിയാണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോവുമായിരിക്കും. പക്ഷെ ഇങ്ങനെ പോകുന്ന സമയത്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരുപക്ഷെ അത്തരമൊരു വയസ്സൻ കഥാപാത്രം ഇതിനു മുമ്പേയും നമുക്ക് ചെയ്തിട്ടുണ്ട്. അത് ഒരു മാടൻ വേഷമായിരുന്നു. പൊന്തൻ മാട എന്ന് പറയുന്ന ഒരു സിനിമയിലെ ഒരു മാടൻ വേഷം, വളരെ വൃദ്ധനായിട്ടുള്ള, അതും ഇതിനേക്കാൾ എത്രയോ യങ്ങായിരുന്ന സമയത്താണ് പൊന്തൻമാട എന്ന് പറയുന്ന സിനിമയിൽ നമുക്ക് അഭിനയിക്കുന്നത്. പിന്നീട് ഢാനി എന്ന് പറയുന്ന സിനിമയാണ് ഈ പ്രായം ചെന്ന രീതിയിലൊക്കെ അവതരിപ്പിച്ചുള്ള വേഷം. ഢാനി എന്ന് പറയുന്ന സിനിമയായിരുന്നു. അതില് ഒരു പ്രായം ചെന്ന് ഒരു ബ്യൂഗിൾ വായനക്കാരനൊക്കെയാണ് ഇദ്ദേഹം അഭിനയിച്ചിട്ടുള്ളത്. അങ്ങനെയൊക്കെ പ്രായം ചെന്ന കഥാപാത്രങ്ങൾ അങ്ങനെ ഒരുപാട് ഉണ്ടായിരിക്കെ ഈ ഒരു കഥാപാത്രം അത്യാവശ്യം പ്രായമുള്ള ഒരു ചാത്തന കഥാപാത്രം, എന്നാൽ ആരോഗ്യപരമായിട്ട് നല്ല ഉണ്ട്, നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്, എന്നാൽ ചാത്തനാണ്. അങ്ങനെയുള്ള ആ ഒരുപക്ഷെ ശരീരം വേറെ ആണെങ്കിലും അതിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ആള് വേറെയാ. വളരെ യങ് ആയിട്ടുള്ള ചാത്തനാണ്. അതുകൊണ്ടായിരിക്കും അങ്ങനത്തെ രൂപക്കയിൽ കൊടുക്കാൻ കാരണം. അതിലത്തെ അഭിനയ മുഹൂർത്തങ്ങളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ. ചില രംഗങ്ങളൊക്കെ അദ്ദേഹം ചെയ്ത രീതി ഭയങ്കര രസമാണ്. അദ്ദേഹം മുറുക്കുന്ന രീതികൾ, അത് ഇങ്ങനെ ചങ്കിലേക്ക് മുറുക്കാൻ കയറുമ്പോൾ അത് വീണ്ടും വായിലേക്ക് തന്നെ എത്തിക്കാനുള്ള ആ ഒരു ചങ്ക് കൊണ്ട് കാട്ടിക്കുന്ന എന്ന് പറയുന്ന ഇത്തരം പ്രത്യേകതര ശബ്ദം ഈ മുറുക്കുന്ന ആളുകൾ ചെയ്യുന്ന രീതിയാണത്.
വായിലേക്ക് അധികം ഇറങ്ങിപ്പോകുമെന്ന് തോന്നുമെങ്കിൽ ഒരു ആ ചങ്കിൽ വെച്ചൊരു പരിപാടി ഉണ്ട്. അപ്പോൾ അവിടെ തങ്ങി നിൽക്കുന്ന മുറുക്കാൻ മുഴുവൻ വായിലേക്ക് തന്നെ തിരികെ വരും. പിന്നെ വീണ്ടും അതിങ്ങനെ ചവച്ചുകൊണ്ടിരിക്കും. അതൊക്കെ ഒരുപക്ഷെ മുറുക്കി വലിയ ശീലമൊന്നുമില്ലാത്ത ഈ ചെങ്ങാതെ ചെയ്യുന്ന കണ്ടാൽ നമുക്ക് അത്ഭുതം തോന്നിപ്പോകും. ഇങ്ങനെ ഏതൊരു കഥാപാത്രം ചെയ്യുമ്പോഴും അതല്ലാതിരിക്കാൻ ശ്രമിക്കാറുണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ മമ്മൂട്ടി ആവാതിരിക്കാൻ ശ്രമിക്കാറുണ്ട് മമ്മൂട്ടി എന്ന് പറഞ്ഞ ഈ ഒരു മനുഷ്യൻ. അങ്ങനെയുള്ള ഈ ഒരു മനുഷ്യന്റെ ഒരുപക്ഷെ ഇന്ത്യൻ സിനിമയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ആ ഓസ്കാർ വേദിയിലേക്ക്, അവിടെ സ്ക്രീനിങ്ങിലേക്ക് ക്ഷണിക്കപ്പെട്ടിരിക്കുകയാണ് നമ്മുടെ ഇന്ത്യയിലെ ഈ മൂലയ്ക്ക് കിടക്കുന്ന പടവലം പോലുള്ള ഈ കേരളം എന്ന് പറയുന്ന ഈ സംസ്ഥാനത്തിലെ വളരെ ചെറിയ ഒരു ഇൻഡസ്ട്രിയാണ് മലയാളം ഫിലിം ഇൻഡസ്ട്രി. വൻ പടം അല്ലെങ്കിൽ വൻ പണം മുടക്കി എടുക്കുന്ന സിനിമകളൊക്കെ നമുക്ക് വളരെ കുറവാണ്. നമുക്ക് മറ്റു സംസ്ഥാനങ്ങൾ പോലെയൊന്നല്ല. ഹിന്ദിക്കാർക്കൊക്കെ അതൊരു വലിയ ഒരു ഭാഗ്യമാണ്. എന്നാൽ അവരൊരു വലിയ നഷ്ടം കൂടിയാന്നൊക്കെ പറയേണ്ടി വരും. കാരണം അവർക്ക് പണം മുടക്കിയാൽ അത് കിട്ടാൻ വേണ്ടി അതിൻ്റെ കാഴ്ചക്കാർ, ആ ഭാഷാ കാഴ്ചക്കാർ ഒരുപാടുണ്ട്. ഇപ്പം നമുക്കത് കുറവാണ്. മലയാളത്തുകാർ മാത്രമാണ് കാണുക. ഇപ്പം ഏകദേശമൊക്കെ തമിഴ്നാട്ടുകാരും തെലുങ്കന്മാരൊക്കെ നമ്മുടെ സിനിമ കാണാൻ തുടങ്ങിയിട്ടുണ്ട്. ഏറെക്കുറെ ഹിന്ദിക്കാരും തുടങ്ങിയിരിക്കുന്നു. മലയാള സിനിമ അടിപൊളിയാണ് എന്നൊക്കെ പറയാൻ തുടങ്ങിയിരിക്കുന്നു. അതിൻ്റെ കാരണക്കാരനെ കുറിച്ചിട്ടാണ് ഞാനീ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, മമ്മൂക്ക. എന്തായാലും ആ മമ്മൂക്ക ഓസ്കാർ വേദിയിലേക്ക് ഒരു സീരീസ് പ്രദർശനത്തിന്റെ ഭാഗമായിട്ടൊക്കെ ഇദ്ദേഹം എത്തുകയാണ്. ഈ 12 എന്തായിരിക്കും അവിടേക്ക് എത്തുന്ന അദ്ദേഹത്തിന് കിട്ടുന്ന അപ്ലോസ് എന്തായിരിക്കും, അതിനെപ്പറ്റി അദ്ദേഹം അവിടെ വെച്ച് സംസാരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും എന്നൊക്കെ തീർച്ചയായിട്ടും നമ്മൾ അറിയേണ്ടതാണ്. എന്തൊക്കെയായാലും നിങ്ങളുടെ സന്തോഷങ്ങൾ, നിങ്ങളുടെ ഇഷ്ടങ്ങൾ തീർച്ചയായിട്ടും എഴുതി വയ്ക്കണം. ബൈ.